ഫ്രണ്ട് ഇപ്പം ഇയാളുമായിട്ട് ലൈനായിരുന്നു, കുറച്ചധികം കാലമായിട്ട് ലൈനായിരുന്നു. അപ്പൊ ഇവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വഴി നിന്നുകൊണ്ട് നമ്മളെ വിളിക്കുകയാണ് അങ്ങോട്ട് ചെല്ലാനായിട്ട്. അതിന് മുമ്പായിട്ട് ഇവരുടെ വീട്ടിൽ നിന്ന് ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് രണ്ടു ഫോൺ കോളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതേ ആവശ്യം ഈ പെൺകുഞ്ഞും അവരുടെ വീട്ടിൽ ഉന്നയിച്ചതാണ്. എനിക്ക് ഒരാളെ ഇഷ്ടമാണ്, എനിക്ക് വേറെ നിങ്ങൾ കല്യാണം ആലോചിക്കേണ്ട, പറ്റുമെങ്കിൽ എന്നെ ആ പയ്യന്റെ പുറത്ത് എത്തിച്ചയക്കി എന്നുള്ള ആവശ്യം ഒരുപാട് പ്രാവശ്യം അവർ ഉന്നയിച്ച. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. പൂജാമൽ എന്ന വൻമരം വീണു, പകരം ആരെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം ചാത്തൻസ് വ്ലോഗ് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ തുടങ്ങണം എന്നുള്ളതായിരുന്നു സുഹൃത്തുക്കളെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഇതിനകത്ത് കുറച്ചധികം കാര്യങ്ങളുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാത്തൻസ് വ്ലോഗ് എന്ന് പറയുന്ന ചാനലുണ്ട്. അതിനകത്തുനിന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. സംഭവം മറ്റൊന്നുമല്ല, കല്യാണം കഴിക്കണമെന്ന മോഹമായിട്ട് അവൻ എത്തപ്പെട്ടിട്ടുണ്ടായിരുന്നത് അവന്റെ അമ്മയുടെ അച്ഛൻ്റെ അടുത്തായിരുന്നു. അവരിടം വല്ല നോക്കാതെ നീ ആ പെണ്ണിനെങ്കിൽ വിളിച്ചിറക്കി കൊണ്ട് വാടാ പൊന്നു പോനെന്ന് പറഞ്ഞുകൊണ്ട് ലൈവായിട്ടുള്ള ഒരു ഒളിച്ചോട്ടമാണ് സുഹൃത്തുക്കളെ നമ്മുടെ മുന്നിൽ അവർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും ആ വീഡിയോക്കത്തിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ ഈ യാത്രയിൽ കുറച്ച് ടെൻഷൻ പിടിച്ചൊരു യാത്രയാണ്. കാര്യം വേറൊന്നുമല്ല, ഇയാളുടെ ഗേൾ ഫ്രണ്ട് ഇപ്പം ഇയാളുമായിട്ട് ലൈനായിരുന്നു, കുറച്ചധികം കാലമായിട്ട് ലൈനായിരുന്നു. അപ്പൊ ഇവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വഴി നിന്നുകൊണ്ട് നമ്മളെ വിളിക്കുകയാണ് അങ്ങോട്ട് ചെല്ലാനായിട്ട്. അതിന് മുമ്പായിട്ട് ഇവരുടെ വീട്ടിൽ നിന്ന് ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് രണ്ടു ഫോൺ കോളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ വീട്ടിൽ നിന്ന് പോരുന്നെന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് അതല്ല, അവര് വിളിച്ചതിന് ശേഷമാണ് ഇവള് നമ്മളെ വിളിച്ചിട്ട് പറയുന്നത് ഇവിടെ കൊട്ടാരക്കര എവിടെയോ നിൽക്കുന്നുണ്ടെന്ന്. അപ്പൊ അവളെ തിരക്കുള്ളൊരു യാത്രയാണ്. ഇനി ഇത് എന്താവുന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്ക് അവിടെ തിരക്കി കണ്ടുപിടിക്കാം. ഇപ്പൊ നമ്മള് ഇപ്പം നെടുവത്തൂര് എത്തി, കൊട്ടാരക്കര കുറച്ച് സമയം കൂടെ ഉള്ളൂ. അവിടെ എവിടെ നിൽക്കുന്നത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല, എന്നാലും ഒരു ഏകദേശ ധാരണയുണ്ട് അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത് കൊട്ടാരക്കര. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഗൈസ്, നമ്മള് കുട്ടിയെ കണ്ടിട്ടുണ്ട്. കുട്ടി മിനി സിവിൽ സ്റ്റേഷന്റെ അടുത്ത്, കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ അടുത്തുള്ള സ്റ്റോപ്പിൽ മിനി സിവിൽ സ്റ്റേഷന്റെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഞങ്ങള് ഒരു സൈഡിൽ കൂടെ ഞാനും ഓട്ടോയിൽ ഇറങ്ങി, കാരണം ഇനി ആരെങ്കിലും പുറയിലുണ്ടോ, ചേസിങ് വല്ലതും ഉണ്ടോ, അടിയോ അക്രമോ വല്ലതും ഉണ്ടോ നോക്കണമല്ലോ. പയ്യൻ ഇടി കിട്ടാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. കാരണം ഇടി കിട്ടിയാൽ നോക്കുന്നത് നമുക്കും കൂടെ അല്ലേ, നമ്മുടെ മോനല്ലേ ഇടി മേടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയിൽ പുറത്തിറങ്ങി. അണ്ണം വണ്ടി നല്ല സ്റ്റാർട്ടിംഗ് കണ്ടീഷനിലാക്കി ഇങ്ങനെ ഇട്ടേക്കാണ്. സിനിമ സ്റ്റൈൽ ഒളിച്ചോട്ടമാണ് സുഹൃത്തുക്കളെ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചേസിങ്ങും ഫൈറ്റും അങ്ങനെ കുറെ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഫൈറ്റ് എന്താണെങ്കിലും നടന്നിട്ടില്ല. ഇവിടെ ആ ഓട്ടോ ഓടിക്കുന്നത് ആ പയ്യന്റെ അച്ഛനാണ്, അവിടെ വ്ളോഗ് എടുക്കുന്നത് അമ്മയാണ്. ആ പെൺകുട്ടീനെ മരുമകളെ ആണെങ്കിൽ ആനയിച്ചുകൊണ്ട് വരുന്നു, അത് ലൈവായിട്ട് വ്ളോഗ് എടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ തട്ടിക്കൊണ്ടുപോവല്ലേ. അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം. പുള്ളിക്കാരത്തി അവനെ വെയിറ്റ് ചെയ്തിട്ട് സിവിൽ സ്റ്റേഷന്റെ മുമ്പിൽ തന്നെ നിപ്പുണ്ട്. ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിളിയും വരവും ഒക്കെ ആയിരുന്നു. ആകെ ടെൻഷനിലാണ് എന്തായാലും കണ്ടെത്തുന്നവർ. അപ്പൊ അവൻ മറു സൈഡിൽ കൂടെ ദേണ്ട മോടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പരിസരമൊക്കെ വീക്ഷിക്കുന്നുണ്ട്, കാരണം ആരെങ്കിലും ഒക്കെ വന്ന് എവിടെന്നെങ്കിലുമൊക്കെ ഇടിയിട്ട് അറിയാൻ. അപ്പൊ ദേണ്ട ആ സൈഡിൽ കൂടെ അവരിങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ചെന്ന് കണ്ടു. അപ്പൊ പുള്ളിക്കാരി എന്താന്നാ വീട്ടിൽ നിന്ന് ചാടിപ്പോരുന്നത് കൊണ്ടാണോ കറുപ്പൊക്കെ എടുത്തോണ്ടാണ് വന്നത് കേട്ടോ. അപ്പൊ ദേണ്ട അതാണ്ട് വരുന്ന ഈ രണ്ട് സാധനങ്ങളാണ്. അവനെ അറിയാമല്ലോ, അതാണ് കുട്ടി. അപ്പൊ ഇതൊരു വീഡിയോ ആയിട്ട് ഇങ്ങനെ ചിത്രീകരിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല്, നാളെ കാലത്ത് പറയരുതല്ലോ തട്ടിക്കൊണ്ടു പോയതാണെന്ന്. എന്ത് പ്രശ്നം? ഞങ്ങളാരും അടിച്ചോണ്ട് പിടിച്ചോണ്ട് ചോദിക്കുന്നുണ്ടെന്ന് തോന്നില്ല. ഞങ്ങൾ തട്ടിക്കൊണ്ട് പോയതെന്ന് പറയത്തില്ലയോ? മോഡ് ഇഷ്ടപ്രകാരം തന്നെ വന്നില്ലയോ? അല്ല, കാരണം വേറൊന്നും അല്ല. ഇനി നാളെ പറഞ്ഞാലും മോളെ ഞങ്ങൾ തട്ടിക്കൊണ്ട് പോരുന്നതാണ്, അതുകൊണ്ട് ചോദിച്ചു കേട്ടോ. എന്തായാലും നമുക്ക് സ്റ്റേഷനിലോട്ട് പോകാം, പോലീസ് സ്റ്റേഷനിലോട്ട് പോകാം. കാര്യം അവിടെ ചെന്നിട്ട് പറയാം ഈ മോളെ ഇഷ്ടപ്രകാരം വന്നേന്ന് പറഞ്ഞിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം. കാരണം നാളെ ഒരു പ്രശ്നം ഉണ്ടായി അറിയത്തില്ലല്ലോ. കുറച്ച് സമയത്തിനുള്ളിൽ ഭയങ്കര ടെൻഷനും പറഞ്ഞിരുന്നു. അപ്പൊ ആ തിരക്ക് പോയ സാധനത്തിനെ കിട്ടിയത് ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ഏഞ്ചൽ. നല്ല പേടിയുണ്ട് കേട്ടോ പുള്ളിക്കാരിക്ക്. ആ പേടിയുടെ പുറത്താന്ന് തോന്നുന്നു ഈ ഒരു വീഡിയോ ഇങ്ങനെ എടുത്ത് വെച്ച കാര്യം. നാളെ എന്റെ മകളെ ആണെങ്കിൽ ഇവരെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് വരെ തെളിവുകളൊന്നും ഇല്ലല്ലോ. അങ്ങനെ എടുത്ത് വെച്ചേക്കുന്ന ഒരു വീഡിയോ ആണ്. പിന്നീട് ഇവർ പോലീസ് സ്റ്റേഷനിൽ പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൂടെ കാണാൻ. ഇതിനെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതിനെയും കൊണ്ട് ഞങ്ങൾ നേരെ നിയമവശങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ സ്റ്റേഷൻ പരിധി പുത്തൂരാണ്, അവിടെ നിന്ന് കൊണ്ടുപോയി ഞങ്ങളുടെ ഒപ്പം ഉണ്ടെന്നൊന്ന് പറയാൻ പോവാണ്. ഇനി നമുക്ക് സ്റ്റേഷനിലെത്തി പോലീസുകാരുടെ ആ മുഖഭാവം ഒക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് കാണാം. ഞാനും ഇത്ര മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഫസ്റ്റ് ഈ ഒരു വീഡിയോ വന്നപ്പോൾ എല്ലാ ആൾക്കാരും ആ ഒരു പയ്യൻ എള്ളോളം തരിയാണ്, ചെറുകന് അങ്ങനെ ഇങ്ങനെ കുറെ ആൾക്കാർ പറയുന്നുണ്ട്. എടാ പെണ്ണില്ലാത്തവനെ അതിന്റെ വേദന അറിയത്തുള്ളൂ, അവന് പെണ്ണ് കിട്ടി. ഇതില്ലാത്തവർ ഇങ്ങനെ സിഗ്മ അടിച്ചുകൊണ്ട് കുറെ നാൾ നടക്കാവുന്നുള്ളതേ ഉള്ളൂ. ഇനി ഇവർ ഇത് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് എത്തുമ്പോഴത്തേക്കിന് കുറെ പട്ടികൾ ഇങ്ങനെ ബാലായിട്ട് ഇവരെ കാണിക്കുന്നുണ്ട്. കാര്യം അവർക്ക് പോലും ഈഗോ അടിച്ച് ചെറുക്കന് പെണ്ണ് കിട്ടിയെന്ന് പറഞ്ഞു. അതുകൂടെ നമുക്ക് കാണാം. വലിയ യാത്രയ്ക്ക് ശേഷം വലിയ സംഘർഷാവസ്ഥയിൽ നിന്നൊക്കെ ഒരു ചെറിയ സമാധാനമായി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ വീട്ടില് പരിചയമില്ലാത്ത ഒരാളിനെ കണ്ടപ്പോ തന്നെ ആൾക്കാരെല്ലാവരും കൂടെ വട്ടം കൂടി ഇനി ഇത് ആരാന്ന് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാരും വിചാരിക്കാൻ നമ്മുടെ വീട്ടിൽ ഇതുവരെ കാണാത്ത ഒരാൾ ദാണ്ട വീട്ടിലെത്തിയിരിക്കുകയാണ്. ആ ആളോ അതിനെക്കാട്ടി പേടിച്ചു തൂറി. അയാൾ പേടിച്ചിട്ട് വണ്ടിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ തയ്യാറാവാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും നമ്മുടെ വീട്ടിൽ പുതുതായിട്ട് ഒരാൾ എത്തുമ്പോ അത്യാവശ്യം ഒരു വിളക്കൊക്കെ കൊടുത്തങ്ങ് സ്വീകരിക്കാമെന്ന് വിചാരിച്ചു. ആ പുതിയൊരു വീട്ടിലേക്ക് വരുമല്ലേ, എന്നും ഇനി നമ്മുടെ വീട്ടിൽ ഉണ്ടാവേണ്ട പരിസരമൊക്കെ വൃത്തിയാക്കാനുള്ള ആ ഒരു സമയം അവർക്ക് കിട്ടാത്തതിന്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ കിടക്കുന്നത്.
അപ്പോൾ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ഞാൻ ആദ്യം റോസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ വിചാരിച്ചിട്ടായിരുന്നു ഈ ഒരു കണ്ടന്റ് ആദ്യം കണ്ടിട്ടുണ്ട്. കാരണം ഇതിന്റെ എന്നെ അത്രത്തോളം അട്രാക്ട് ചെയ്തേക്കുന്ന ഈ ഒരു വീഡിയോയുടെ ഒരു തംബ്നെയിലായിരുന്നു. തംബ്നെയിൽ ഇങ്ങനെയായിരുന്നു: മകൻ പെൺകുട്ടിയുമായി ഒളിച്ചോടി, പെട്ടത് യൂട്യൂബർ തന്തയും തള്ളയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു തംബ്നെയിലായിരുന്നു ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതായത് ഇതിനകത്ത് ഇപ്പം ഇങ്ങനൊരു സംഭവം കാണുമ്പോഴത്തേക്കിന് അവർക്കാണെങ്കിൽ കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കണം, അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, അല്ലാതെ ഇങ്ങനെ ഒളിച്ചോടിക്കൊണ്ട് ഇങ്ങനെ വരികയല്ല ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും പല ആൾക്കാർക്കും ആദ്യം മനസ്സിൽ വരിക. എനിക്കാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അത് തന്നെയായിരുന്നു വന്നിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്നാണെങ്കിൽ അവരൊരു Q&A ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം അവർ ചെയ്യാനുള്ള ഒരു കാരണം എന്നുള്ളത്. അതുകൂടെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് ഇതിനകത്തിലെ യാഥാർത്ഥ്യം, അല്ലെങ്കിൽ അവർ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യങ്ങൾ. എന്താണ് ഒരു Q&A പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. വയസ്സിന്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ആയിട്ടുണ്ടല്ലോ. അതായത് മോന് 24, മോക്ക് 23 വയസ്സുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവര് പ്രായപൂർത്തിയായി. അപ്പൊ അതിനകത്തിട്ട് മാന്തി ചുരണ്ടി അത് വലുതാക്കാൻ നിൽക്കണ്ട. അതായത് ഇവിടെ ഒരു ജോസ്കോയ്ക്ക് വകുപ്പില്ല. അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ജോസ്കോയ്ക്കുള്ള വകുപ്പ് ഇവിടെ. അതിന്റെ ഇടയിൽ കൂടെ ജോസ്കോയ്ക്ക് ഫ്രീ പ്രൊമോഷൻ ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഇതിലും വലിയൊരു പ്രൊമോഷൻ ജോസ്കോയ്ക്ക് കിട്ടാൻ വേറെ ഇല്ല. ഈ ജോസ്കോ എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലല്ല, മറ്റേ PKs ആണ് ഉദ്ദേശിച്ചത്. അതല്ല, പയ്യൻ 24 പെൺകുട്ടിക്ക് 23 വയസ്സുണ്ട്. പ്രായപൂർത്തി അയക്കുന്ന 2 ആൾക്കാരാണ്. ജോലിയുണ്ട്, അയാൾ IT പ്രൊഫഷനിലാണ് ജോലി ചെയ്യുന്നത്. ഗ്രാഫിക് ഡിസൈനറായിട്ടാ ജോലി. അതെ അതെ, അതാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പം അയാൾക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ്. ചെറുക്കന് ജോലിയുണ്ട്, നൈറ്റ് ഷിഫ്റ്റ് ആണ്. അതാണ് ഒരു വിഷയമായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, ചെറുക്കന് ജോലിയുണ്ട്. പിന്നെ ഈ പുള്ളിക്കാരിയാണെങ്കിലും മുമ്പ് നമ്മുടെ പൂജാമലിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഒക്കെ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാണെങ്കിലും ഇനി പെൺകുട്ടികളുടെ ജോലിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് അതുകൂടെ നമുക്ക് നോക്കാം. അതിന് തന്നെ മോളുടെ വിദ്യാഭ്യാസ യോഗ്യത പറയുകയാണെങ്കിൽ പുള്ളിക്കാരി ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച് പാസ്സായി നിൽക്കുകയാണ്. അതിന്റെ 6 മാസത്തെ ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഇനി എവിടെയെങ്കിലും ഏതെങ്കിലും ഹോസ്പിറ്റലുകളിൽ ഇയാൾക്ക് അയാൾ പഠിച്ച പ്രൊഫഷനെ നമ്മൾ ജോലിക്ക് വിടത്തോളൂ. അല്ലാത്ത ജോലിക്കൊന്നും അയാളെ വിടാൻ നമുക്ക് ഇപ്പോൾ താല്പര്യമില്ല. അതാണ് ആ ഒരു മകളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ആ മരുമകളുടെ കാര്യത്തിലാണെങ്കിൽ കൂടി ഇവർ ആ ഒരു കാര്യത്തിൽ ആലോചിച്ചിട്ട് തന്നെ ഇരിക്കുന്നത്. ആ പെൺകുട്ടിക്കാണെങ്കിൽ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് ഇവര് ഈ അച്ഛൻ അമ്മ ഈ 2 ആൾക്കാർ അത്യാവശ്യം നൈസായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിരിക്കുന്നത്. ബാക്കിയും കൂടെ നിങ്ങളെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ അനാഥാലയത്തിൽ കൊണ്ടുവച്ച് കല്യാണം നടത്തിയെന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു കാരണം കൃത്യമായിട്ടുള്ളത് അണ്ണ പറയും. അപ്പൊ അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് യൂട്യൂബിലൊക്കെ ഇട്ട് ഈ ജീവമാതായിൽ എന്തൊക്കെയോ അഴിമതികൾ നടക്കുന്നു, അവർ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ കുറെ വീഡിയോകൾ, കുറെ റിയാക്ഷൻകാരും മറ്റുള്ള കുറെ ഫേസ്ബുക്ക് പേജുകാരും ഒക്കെ ചെയ്തു. അപ്പൊ ഇതിന്റെയൊക്കെ നിജസ്ഥിതി എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ അവിടെ നിന്ന് പോയായിരുന്നു. അപ്പൊ അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടുത്തെ നിത്യവൃത്തി കഴിഞ്ഞുകൂടി പോകാൻ വേണ്ടിയിട്ട്, അതായത് അത്യാവശ്യം അവർക്ക് ആഹാരത്തിന് വേണ്ടിയിട്ട് അതിന്റെ നടത്തിപ്പുകാരി ഇതിന് ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു സ്ത്രീ ഉദയഗിരിച്ച വളരെയധികം ബുദ്ധിമുട്ടുമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ തീരുമാനിച്ചു, ഈ അമ്മമാർക്ക് എന്തെങ്കിലും ഒരു 10 രൂപ എടുത്ത് എന്തെങ്കിലും ഒന്ന് ചെലവാക്കാൻ എന്റെ കൈവശം വന്നാലോ, എന്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു സന്തോഷമുള്ള ഒരു സംഗതി വരികയോ ചെയ്താൽ, ഒരിക്കലും നാട്ടുകാർക്ക് ആർക്കും ഒരു നേരത്തെ അന്നം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ അന്നം അവിടുത്തെ അമ്മമാർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്നുള്ള എന്റെ ഒരു ആഗ്രഹമായിരുന്നു. ഇവിടെ മാത്രം ഇവർക്ക് ചെറുതായിട്ടൊന്ന് പാളി പോയിട്ടുണ്ട്. ഈ പുള്ളി ഇവരുടെ ആ ഒരു മനസ്സിന്റെ നന്മ കൊണ്ടാണ് അവിടെ മറ്റ് വൃദ്ധരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കുക എന്നൊക്കെ ഇവർ വിചാരിച്ചിരിക്കുന്നത്. അത് വളരെ നല്ലൊരു കാര്യമാണ് ഇവരിവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ജീവമാതേനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അത്ര വലിയ പിടുത്തില്ലെന്ന് തോന്നുന്നു. അന്ന് ആ ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടായപ്പോഴത്തേക്കിന് കാശി വീശി എറിഞ്ഞിട്ട് പരിപാടിയെല്ലാം ക്ലോസ് ആക്കി. മറ്റേ പ്രസ് മീറ്റ് വിളിക്കുന്നു, അവരിരുന്ന് മെഴുകിയിട്ടുണ്ടല്ലേ എൻ്റെ പൊന്നോ. കൂടുതലായിട്ട് ഞാൻ അതിനെപ്പറ്റിയിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ കാണുന്ന ജീവമാതയല്ല യഥാർത്ഥ ജീവമാത. അത് ഓൾറെഡി ന്യൂസിനകത്ത് തന്നെ ആ ആൾക്കാരെയൊക്കെ അവിടുന്ന് മാറ്റി പാർപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാമല്ലോ. അത് അത്ര അടിപൊളിയായിട്ടാണ് പുള്ളിക്കാരി കൊണ്ട് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലോട്ട് നമ്മൾ പോകുന്നില്ല. ഇനി ബാക്കി ഇതിനകത്ത് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കാണെങ്കിലും വലിയ പ്രാധാന്യം കൊടുത്തില്ല, അവരെ കളിയാക്കി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവർക്ക് കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിനുള്ളൊരു മറുപടി പറയുന്നുണ്ട്. ഇവിടെ നമ്മുടെ ദുരഭിമാന കൊല ആ ഒരു കാര്യത്തെയൊക്കെ ഭയന്നിട്ടാണ് ഇത്തരത്തിലൊരു കാര്യം അവർക്ക് ചെയ്യാനെ കൊണ്ട് മോട്ടീവ് ആയിട്ടുള്ളത്. അതുകൂടെ ഇവർ പറയുന്നുണ്ട്. ഇതേ ആവശ്യം ഈ പെൺകുഞ്ഞും അവരുടെ വീട്ടിൽ ഉന്നയിച്ചതാണ്. എനിക്കൊരാളെ ഇഷ്ടമാണ്, എനിക്ക് വേറെ നിങ്ങൾ കല്യാണം ആലോചിക്കേണ്ട, പറ്റുമെങ്കിൽ എന്നെ ആ പയ്യന്റെ കൂടെ തെറ്റിച്ചയക്ക് എന്നുള്ള ആവശ്യം ഒരുപാട് പ്രാവശ്യം അവർ ഉന്നയിച്ച. അപ്പൊ അവരുടെ ഇമേജ്, അവരുടെ പരിസരവാസികളുടെ അന്തസ്, അവരുടെ അന്തസ്സല്ല അവരുടെ പരിസരവാസികളുടെ അന്തസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അല്ല ഞങ്ങൾക്ക് ഇതൊക്കെ ഉണ്ട്, ഞങ്ങളുടെ മോനുണ്ട് ഇങ്ങനെയൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ വീണ്ടും പറയാൻ ഉദ്ദേശിക്കുന്ന കാരണം, നമ്മുടെ ആണായാലും ശരി പെണ്ണായാലും അവരെ നമ്മൾ വളർത്തിക്കൊണ്ടുവരിക, അത് നമ്മുടെ ഒരു ജോലിയാണ്. നമ്മുടെ ഒരു മക്കളുണ്ടെങ്കിൽ അവരെ വളർത്തുക എന്നുള്ളത്. അവസാനം വന്നിട്ട് അവരുടെ ആഗ്രഹത്തിന് ജീവിക്കാൻ പോകുമ്പം ഒരച്ഛനും ഒരമ്മയും, അപ്പം ഞങ്ങൾ ആരെയും മാഞ്ചിയുമല്ല, ഒരിക്കലും കൊന്നു കളയാൻ മക്കളില്ലാത്തതിന്റെ പേരിൽ സമ്മതിച്ചതാണ്. എനിക്ക് ഒരെണ്ണത്തിനെ എടുത്ത് കൊന്നു കളയാനില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ആ പറയപ്പെടുന്ന പെണ്ണിന്റെ ആൾക്കാരായിട്ട് കൊല്ലപ്പെടാനോ കൊല്ലിക്കാനോ ഇതൊന്നും പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്. കാരണം നാളെ ആ കൊച്ചിനോട് ആ വീട്ടുകാർ തന്നെ പറഞ്ഞേ, ഞങ്ങൾ നടത്തി തരത്തില്ല, നീ പോയിക്കോ. ആ കുഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ഞങ്ങൾ വീഡിയോ എടുത്തതും ഇട്ടതും ഒക്കെ ചോദ്യം ചെയ്യുന്ന ആൾക്കാർക്കുള്ള മറുപടിയാണ്. കാരണം ഞങ്ങൾ വീഡിയോ എടുത്തത് ഈ കൊച്ചു അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങും, ഞങ്ങൾ അറിയുന്നില്ല ആ കൊച്ചു അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ആ കൊച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങി എവിടെയോ വെച്ച് ആരുടെയോ ഫോൺ മേടിച്ചാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പൊ വിളിച്ചതനുസരിച്ച് ഈ കുഞ്ഞ് ഒരു പക്ഷേ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോയില്ല, അല്ലെങ്കിൽ തിരിച്ച് അവരുടെ വീട്ടിൽ ചെല്ലുന്നു. എവിടെ പോയിരുന്നെന്ന് ചോദിച്ചാൽ അതിനടുത്ത് അടിക്കാനും ഇടിക്കാനും
ഉണ്ടാകുന്ന ഗുണവും ദോഷവും അവരെ അനുഭവിക്കുന്നത്. അപ്പൊ ഞങ്ങൾ എല്ലാവരെയും റെക്കമെൻഡ് ചെയ്യല്ല. ഞങ്ങളെ പോലെ ആരെങ്കിലും ഒക്കെ ആവാമെങ്കിൽ ആത്മഹത്യയും കൊലപാതകങ്ങളും കുറയും. ദുരഭിമാന കൊല. എന്റെ മോനെ അന്നേരം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് കൂടെ പോയത് എന്താണെന്ന് വെച്ചാൽ, എന്റെ മോനെ ആരെങ്കിലും ആക്രമിക്കുവാണെങ്കിൽ, ഒരു ബറ്റാലിയനായിട്ട് വന്ന് ആക്രമിച്ചാൽ പോലും എനിക്കത് കാണിച്ചു കൊടുക്കാൻ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഒരു തെളിവിന് വേണ്ടിയാണ് ഞാൻ അന്നേരം വീഡിയോ ഷൂട്ട് ചെയ്തത്. ജാതീയമായിട്ട് ഇവർ കുറച്ച് പിന്നോട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതിന്റെ ഒരു ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഈ ഒരു പെൺകുട്ടിയുടെ ഫാമിലിക്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. അപ്പം അവരുടെ ഭാഗം എന്താണെന്ന് നമുക്ക് അറിയത്തില്ല, അത് കേൾക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷേ അവർ പറയുന്നത് സത്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഇവർ എടുത്തേക്കുന്ന ഈ ഒരു തീരുമാനം റൈറ്റ് ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ ഈ ഒരു സമയത്ത് അവർ വേറെന്താ ചെയ്യുന്ന കാര്യം, രണ്ടുപേരും അവർ തമ്മിൽ ഇഷ്ടത്തിലാണ്, ഇങ്ങനെ നിരന്തരമായിട്ട് നിർബന്ധിക്കുകയാണ്. ആ സമയത്ത് ഇവരുടെ ഇഷ്ടം അവിടെ പറഞ്ഞാൽ പോലും അവരതിന് താല്പര്യപ്പെടുന്നില്ല, സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇതല്ലാതെ അവർക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നിരിക്കില്ല. പിന്നെ ഈ ദുരഭിമാനക്കൊല ഈ ഒരു സാധനം പറയുമ്പോൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റൂല. കാര്യം ഇങ്ങനെ ജാതി കുറെ തലയെ കൊണ്ട് നടക്കുന്ന കുറെ ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ജാതി, മനുഷ്യനായിട്ട് കാണാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ട്. ഇവിടെ ഞാൻ മുമ്പും പല വീഡിയോസിനെ പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ നിന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കുക. വീട്ടിൽ നിന്ന് അച്ഛനും ഇതുപോലെ നിങ്ങളുടെ താല്പര്യമില്ലാത്ത കല്യാണത്തിന് നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞൊരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പോലീസുകാർ അതിന് വേണ്ടുന്ന നടപടി എടുക്കും. ഞാൻ മുമ്പ് ഒരു വീഡിയോ അത് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ഒരു സുഹൃത്തിന് ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ അവള് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പന്തളം പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛനെ അമ്മയെ സ്റ്റേഷനിൽ വിളിപ്പിച്ചു, ഇനി മേലെ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കല്യാണം കഴിപ്പിക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് അവിടുന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരെന്തെങ്കിലും നടപടി പിന്നീട് സ്വീകരിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ വീഡിയോ കാണുന്ന ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ചെറുക്കനാണെങ്കിലും ജോലിയുണ്ട്, പെൺകുട്ടിക്കാണെങ്കിലും ഈ ഒരു ഡിഗ്രി കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ജോലി കാര്യങ്ങളൊക്കെ ഇവരെന്തായാലും വിടും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ നല്ല കാര്യം തന്നെ. പിന്നെ എനിക്ക് തോന്നിയത് ഇവരുടെ ഈ ഒരു മനസ്സിന്റെ വലിപ്പമുണ്ട്, ഇവരുടെ ചിന്താഗതിയിലുള്ള അത്രത്തോളം എന്താ പറയുക, മുന്നോട്ട് അവർക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ ചിന്താഗതിയിൽ തന്നെ വളരെ വലിപ്പമുള്ള ആൾക്കാരാണ്. കാര്യം അതുകൊണ്ടാണല്ലോ ഇവർ ഇതിനകത്ത് Q&A കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അച്ഛൻ്റെ അമ്മയുടെയും ഒരു എന്താ പറയുക, അവരുടെ അടിമകളായിട്ട് കഴിയേണ്ടുന്ന ആൾക്കാരല്ല മക്കള്. അവർക്ക് കുറെ ഇഷ്ടങ്ങളുണ്ട്, അതിനൊക്കെ അനുസരിച്ച് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യലേ വേണ്ടത് എന്നുള്ള രീതിയിൽ ഇവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. വളരെ നല്ലതായിട്ട് തന്നെയാണ് എനിക്കിതിനെ തോന്നിയിട്ടുള്ളത്. എന്താണെങ്കിൽ ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ശരി.